ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനയിലെത്തിയപ്പോൾ മുഹാജിറാത്തുകളായ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പ്രസവിച്ചിരുന്ന പെണ്ണാണ് ബീബി അസ്മാ റളിയല്ലാഹു അൻഹാ. ആദ്യത്തെ പൊന്നോമന മോനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ് ഈ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ. തനിക്ക് അസ്മാ ബീവിയിൽ പിറന്ന കുഞ്ഞ് മുഹാജിറാത്തായ പെണ്ണുങ്ങൾ ഗർഭമുള്ള സമയത്താണ് ഹിജ്റ വന്നത്. ഈ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടപ്പോൾ മുത്തുനബിന്റെ അടുത്ത് കൊണ്ടുപോയി മുത്തുനബി മടിയിൽ കിടത്തിയിട്ട് അതാ ഒരു കാരക്കെടുത്ത് ചവച്ച് മുത്തുനബി മധുരം കൊടുത്തുപോയി. അതുകൊണ്ട് വല്ലാത്ത ബറക്കത്ത് കിട്ടിപ്പോ. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിന്റെ ശാരീരികമായ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന ആഹാരം ആദ്യം നൽകേണ്ടത് ഒരു ബിസ്മി ചൊല്ലി കൊടുക്കപ്പെടുന്ന ബിസ്മി ചൊല്ലി നൽകുന്ന ഒരു മഹാന്റെ കൈകൊണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്. ശരീരത്തിന്റെ വളർച്ചയിലും ശരീരത്തിന്റെ സൃഷ്ടിപ്പിലുമാണ് മാതാപിതാക്കൾക്ക് പങ്കുള്ളത്. അതേ സമയത്ത് മനുഷ്യന്റെ ശരീരത്തിന് ആത്മാവുണ്ട്. ആത്മാവാണ് എന്നും നിലനിൽക്കുന്നത്. ആത്മാവാണ് ശിക്ഷിക്കപ്പെടുന്നത്. ആത്മാവിനാണ് സുഖം ലഭിക്കുന്നത്. ആത്മാവാണ് നിലനിൽക്കുന്നത്. ആത്മാവിനാണ് സ്ഥാനം ലഭിക്കുന്നത്. ഈ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം അത് അന്നപാനീയങ്ങളല്ല. ആത്മാവിന് നൽകുന്ന ഭക്ഷണം ഇൽമാണ്. അതുകൊണ്ടൊരു കുട്ടിക്ക് നൽകുന്ന ആദ്യത്തെ ഇൽമ് ഒരു ബഹുമാനം നൽകപ്പെടുന്ന ഒരു മഹാന്റെ കൈകൊണ്ട് ആയിരിക്കേണ്ടതാണ്. കുട്ടികൾക്ക് അക്ഷരം ചൊല്ലിക്കൊടുക്കുന്നത് കുട്ടികൾക്ക് അക്ഷരം ചൊല്ലിക്കൊടുക്കുന്നതും എഴുതി കൊടുക്കുന്നതും അതുപോലൊരു ബറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് ആയിരിക്കണേ മക്കളെ. ഇന്ന് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മക്കൾ നല്ലപോലെ പഠിച്ചവരായിരിക്കും. പല നിലക്കുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക മക്കളും വിദ്യാഭ്യാസം കൊണ്ട് അവരിൽ ഉടലെടുക്കുന്നത് മാനവികതയല്ല, മാനവിക മൂല്യങ്ങളല്ല, സൽഗുണങ്ങളല്ല, മറിച്ച് ദുസ്വഭാവങ്ങളും അക്രമ സ്വഭാവമുള്ളവരുമായി നമ്മൾ പഠിച്ചവരെ മക്കളും മാറുന്നതിന്റെ കാരണം ഏതൊരു കുട്ടിക്കും ആദ്യത്തെ അക്ഷരം എഴുതി കൊടുക്കുന്നത് ആദ്യത്തെ അക്ഷരം ചൊല്ലിക്കൊടുക്കുന്നത് ഒരു ബറക്കത്തുള്ള മനുഷ്യന്റെ വായു കൊണ്ടാവട്ടെ, ബറക്കത്തുള്ള മനുഷ്യന്റെ കൈ കൊണ്ടാവട്ടെ. സൃഷ്ടിച്ച റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറ്റുന്നതും സൃഷ്ടിച്ച റബ്ബിന്റെ പേര് ചൊല്ലിയിട്ട് എഴുതാൻ പറ്റുന്നതുമാണ് ആദ്യമായി കുട്ടികൾക്ക് ആത്മാവിന്റെ ഭക്ഷണമായ ഇൽമ് പഠിപ്പിക്കേണ്ടത് കേട്ടോ. നീ കുട്ടിയെ നഴ്സറിയിൽ ചേർത്തുന്നുവെങ്കിൽ LKG-യിലേക്കോ UKG-യിലേക്കോ പറഞ്ഞു വിടുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബാലവാടിയിലേക്ക് പറഞ്ഞയക്കുന്നുവെങ്കിൽ നിന്റെ കുട്ടിക്ക് ആദ്യ അക്ഷരം ചൊല്ലിക്കൊടുക്കുന്നത് ഒരു മഹാനാവട്ടെ, ഒരു പണ്ഡിതനാവട്ടെ, ഒരു സയ്യിദാവട്ടെ, ഒരു തബറുക്കെടുക്കപ്പെടുന്ന മഹത്വമുള്ള കൈകളെ കൊണ്ടാണ്, വായ കൊണ്ടാണ് നിന്റെ കുട്ടിക്ക് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുക്കേണ്ടത് എന്ന് ഞാൻ നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഈ എഴുത്തിനിരിക്കൽ വല്ലാത്തൊരു ചടങ്ങല്ലേ. അവർ ആദ്യം തന്നെ നാവിൽ ഹരിശ്രീ എഴുതി കൊടുത്തുകൊണ്ടല്ലേ കുട്ടികൾക്ക് പഠനം തുടങ്ങുന്നത്. 2 വർഷം മുമ്പ് പെരിന്തൽമണ്ണയിൽ ഒരു SI തന്റെ കുട്ടിയെ ഇങ്ങനെ എഴുത്തിരുത്തിയപ്പോൾ അവർ എഴുത്ത് പഠിപ്പിച്ചില്ല, എഴുതി കൊടുത്തില്ല. മുസ്ലിമായതിന്റെ പേരിൽ അതൊരു മതത്തിന്റെ ചടങ്ങാണോ? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് നമ്മുടെ കുട്ടികൾക്ക് ആദ്യത്തെ അക്ഷരം ചൊല്ലിക്കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പേര് കൊണ്ട് പറയപ്പെടാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു വലിയ മഹത്വമുള്ള മഹാനെ കൊണ്ടായിരിക്കണം അതിന്റെ ഉദ്ഘാടനം കുറിക്കപ്പെടേണ്ടത് എന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തിയിട്ട് പിന്നെ നിന്റെ കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ്. കുട്ടികൾക്ക് ആദ്യമായി പഠിപ്പിക്കപ്പെടേണ്ടത് നിങ്ങൾക്കറിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്ക് പലതും കുട്ടികൾ പറഞ്ഞു തുടങ്ങും. സാധാരണ
ഒരു കുട്ടി 10-11 മാസം പ്രായമാകുമ്പോൾ തന്റെ മാതാപിതാക്കളുടെ സംസാരങ്ങളും ശൈലികളും കേട്ട് കുട്ടികൾ സംസാരിച്ചു തുടങ്ങും. 1-2 അക്ഷരങ്ങളും കെലിമത്തുകളും ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ സംസാരം ശീലിക്കുന്ന കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുവാനും അത് കേൾക്കുവാനും നമുക്ക് വലിയ ഹരമാണ്. എന്തെല്ലാം ആ സമയത്ത് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കും. ഓരോരുത്തരുടെയും ചുറ്റുപാടുകൾ അടുത്ത് അനുസരിച്ചാണ് പഠിപ്പിക്കാറുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഈ ഭൂമിയിൽ പിറക്കുന്ന സർവ്വ മക്കളും ശരിയായ പക്വതയിലാണ് ജനിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് പറയാനും പഠിക്കാനും മുത്തുനബിയെ കുറിച്ച് പഠിക്കാനും ഉൾക്കൊള്ളാനും ഇസ്ലാമിന്റെ സർവ്വ കാര്യങ്ങളും ഉൾക്കൊണ്ട് പകർത്താൻ പറ്റിയിട്ടുള്ള നല്ല പക്വതയിലാണ് പാകതയിലാണ് സർവ്വ മക്കളും ജനിക്കുന്നത്. ആ കുട്ടിയെ ക്രിസ്ത്യനും ജൂതനും ഒക്കെ ആക്കി തീർക്കുന്നത് അതിൽ കാര്യമായ പങ്ക് തന്റെ മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കളെ ചുറ്റുപാടുകളും അവരെ സ്വഭാവങ്ങളും അവരെ നടപടികളും കണ്ടുകൊണ്ടാണ് മക്കൾ പഠിക്കുന്നത്. മക്കളെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ കുട്ടികൾ സംസാരിച്ച് ശീലിക്കുമ്പോൾ ചിലരൊക്കെ ഉമ്മ ഉപ്പ എന്നൊക്കെ പറയാൻ പഠിപ്പിക്കാറുണ്ട്. മറ്റു ചിലർ മമ്മി ഡാഡി എന്നൊക്കെ മക്കൾക്ക് പഠിപ്പിക്കാറുണ്ട്. മറ്റു ചിലർ ടാറ്റ ബൈ ബൈ എന്ന് പറയാൻ കുട്ടികൾക്ക് ശീലിപ്പിക്കാറുണ്ട്. എന്തെല്ലാമാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മോനെ ടാറ്റ പറ, മോനെ ഇങ്ങനെ എന്തെല്ലോ അന്യ പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ പരിശീലിപ്പിക്കുന്നു. മോനെ, പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നീ എങ്ങനെയാണ് ഇങ്ങനെ അതപ്പതിച്ചു പോയത്? നീ എങ്ങനെയാണ് ഇങ്ങനെ തകർന്നു പോയത്? നിനക്ക് എവിടെന്നാ ഇതൊക്കെ കിട്ടിയത്? നിനക്കും എനിക്കും നല്ലൊരു മാതൃകയില്ലയോ? നമുക്ക് എല്ലാ വിഷയത്തിനും ഒരു വല്ലാത്തൊരു പഠിപ്പിക്കപ്പെടാൻ. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡോക്ടറാണെന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ വലിയ ചിന്തകനാണെന്നല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ട രാജാവാണെന്നല്ല, വലിയ സൈന്യാധിപനാണെന്നല്ല. മുഹമ്മദ് നബിയെ പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് അയച്ചിരിക്കുന്ന വ്യക്തിത്വമാ. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കാൻ, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ, എങ്ങനെ ഉപ്പയാവണമെന്ന് പഠിപ്പിക്കാൻ, എങ്ങനെ പെണ്ണ് കെട്ടണമെന്ന് പഠിപ്പിക്കാൻ, എങ്ങനെ ഉറങ്ങണമെന്ന് പഠിപ്പിക്കാൻ, ഭക്ഷണം കഴിക്കണമെങ്ങനെന്ന് പഠിപ്പിക്കാൻ, വസ്ത്രം തയ്ക്കേണ്ടത് എങ്ങനെന്ന് പഠിപ്പിക്കാൻ, വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, താടി വെട്ടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, മീശ വെട്ടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, മക്കളെ പോറ്റേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, ജനങ്ങളോട് പ്രഭാഷണം നടത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, പ്രഭാഷണം കേൾക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ, നിന്റെ സർവ്വ കാര്യങ്ങളിലും നിനക്ക് എങ്ങനെയാണ് സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന് നിനക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന വഴികൾ എങ്ങനെ, രൂപങ്ങൾ എങ്ങനെയെന്ന് നിന്നെ പഠിപ്പിക്കാൻ അല്ലാഹു അയച്ച വ്യക്തിത്വമാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞയച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് സഹോദരാ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നീ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, എങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ ആ വിഷയത്തിലൊക്കെ എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ രൂപങ്ങൾ, പടച്ച റബ്ബ് നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്ന ശൈലികളും രൂപങ്ങളും ഭാവങ്ങളും എന്ന് പഠിപ്പിക്കാൻ പടച്ച റബ്ബ് അയച്ച വ്യക്തിത്വമാണ്.
നിനക്കിഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഗാന്ധിജിയിലുണ്ടാവാം, നിനക്കിഷ്ടപ്പെടുന്ന നിന്റെ ബുദ്ധിക്കൊത്ത പല കാര്യങ്ങളും നെഹ്റുജിയിലുണ്ടാവാം, നിനക്കിഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും എബ്രഹാം ലിങ്കനിലുണ്ടാവാം. പലരിലും പലതും ഉണ്ടാവാം, പലതിലും പല ഗുണങ്ങളും ഉണ്ടാവാം. പക്ഷേ ആ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി അവര് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അയക്കപ്പെട്ടവരല്ല. കുട്ടികളോട് കരുണ കാണിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ച് പരീക്ഷിക്കുന്ന റബ്ബ് അയച്ച വ്യക്തിത്വമല്ല നെഹ്റുജി. ലാളിത്യ ജീവിതം എങ്ങനെയെന്ന് ലോകത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടി പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അയച്ച വ്യക്തിത്വമല്ല ഗാന്ധിജി. അതേ സമയത്ത് എന്തെന്നറിയുമോ, ലോകത്ത് ഏതെല്ലാം കാര്യങ്ങളുണ്ട്, ഏതെല്ലാം മേഖലകളുണ്ട്, അതിലെല്ലാം നിന്നെ സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന റബ്ബിന്റെ ശരിയായ നിയമങ്ങളും റൂട്ടുകളും സ്വഭാവങ്ങളും ഗുണങ്ങളും നിനക്ക് ഒന്ന് പഠിപ്പിച്ചു തരാൻ, കാണിച്ചു തരാൻ, അനുകരിക്കപ്പെടാൻ അല്ലാഹു അയച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഖുർആനിലില്ലയോ? നീ ഈ മുത്തുനബിയെ വിട്ടിട്ട്, ഈ റസൂലുള്ളാഹിനെ വിട്ടിട്ട്, നിന്നെ സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന റബ്ബ് അയച്ച വ്യക്തിത്വത്തെ വിട്ടിട്ട്, റബ്ബ് പറഞ്ഞയച്ചാണ് അവഗണിച്ചിട്ട് നീ എന്തിനടോ പാശ്ചാത്യന്റെ പിന്നാലെ പോകുന്നത്? നീ എന്തിന് ക്രിക്കറ്റ് താരത്തിന്റെ പിന്നാലെ പോകുന്നത്? നീ എന്തിന് ഫുട്ബോൾ താരങ്ങളെ അന്വേഷിച്ച് നടക്കുന്നത്? നീ എന്തിനാ സിനിമാ താരങ്ങളെ പിന്നാലെ പോകുന്നത്? തകരല്ല മുസ്ലിമീങ്ങളെ, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ലാഹ് അയച്ച നേതാവാണ്, അല്ലാഹ് അയച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ നബിയെ പരിചയപ്പെടുത്തി അങ്ങനെ. മുഹമ്മദ് നബി അല്ലാഹ് അയച്ച ആളാണ്. എന്തിന്? അല്ലാഹു നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ. ആരാ നിങ്ങൾക്ക് ഈ ആഹാര സൗഷ്ഠമുള്ള ശരീരം തന്നത്? ആരാ ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്? ആരാ ആകാശത്തിൽ നിന്ന് കോരിച്ചൊരിയുന്ന വെള്ളം നിങ്ങൾക്ക് തന്നത്? ആരാ നിങ്ങൾക്ക് സസ്യലതാദികൾ മുളപ്പിച്ച് തന്നത്? നിങ്ങൾ കഴിക്കുന്ന സർവാഹാരങ്ങളെയും നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുന്നത് ആരാ? ഈ ഭൂമിയിൽ കാണുന്ന സകലതും സൃഷ്ടിച്ചു തരുന്നത് ആരാ? ആ കേന്ദ്രം എങ്ങനെ നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ, എന്തെല്ലാം സംവിധാനങ്ങളാ! ഈ ഇന്നത്തെ പ്രഭാഷണം കണ്ടോ, ഒപ്പിയെടുക്കുകയാ. ഈ പ്രഭാഷണങ്ങൾ ഇനി വർഷങ്ങളോളം നിങ്ങൾക്ക് കേൾക്കുവാനും അല്ല കാണുവാനും സാധിക്കും. അത് കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിൽ ഒപ്പിയെടുക്കാനുള്ള മെഷീനറി, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഉപകരണങ്ങൾ ഇതാ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒപ്പിയെടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ശബ്ദങ്ങൾ മാത്രമല്ല, രൂപങ്ങളും എല്ലാം ഒപ്പിയെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി പറഞ്ഞു, ഈ ഭൂമിയെ നിങ്ങൾ പേടിക്കണട്ടാ. നിങ്ങൾ പറയുന്നതൊക്കെ ഈ ഭൂമി കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഈ ഭൂമി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഭൂമിയോടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ വിളിച്ചു പറയുന്നു പറഞ്ഞപ്പോ ഭൂമിയാ. ഇന്ന് നോക്കിയാ ഇതൊക്കെ ഈ സാധനങ്ങൾ ഇതൊക്കെ ഒപ്പിയെടുക്കുക. എനിക്ക് കുറച്ച് കഴിഞ്ഞൊക്കെ തരും. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ സാധന? ആ കാണുന്ന സർവ ഉപകരണങ്ങളും ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത സാധന. അറിയോ? ഇരുമ്പും കമ്പിയും അലൂമിനിയവും സർവ സാധനങ്ങളും ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാ. അതൊക്കെ ഈ ഭൂമിയിലുള്ള മുതലാ. അതുകൊണ്ടാ മുത്തുനബി ഈ ഭൂമി ഇതൊക്കെ കാണുകൊണ്ടിട്ടാ. ഭൂമി ഇതൊക്കെ കേൾക്കുന്നുണ്ട്, സൂക്ഷിച്ചു വെച്ചോ, കരുതിക്കോ. ഭൂമിയിലില്ലാത്തൊരു സാധനവും ഇല്ല. അതൊക്കെ ഈ ഭൂമി, അതൊക്കെ അതിനൊക്കെ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഭൂമിയാ. ഇരുമ്പും കാന്തവും സർവ ഉപകരണങ്ങളും സപ്ലൈ ചെയ്യുന്നത് ആരാ? ഭൂമിയാ. ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നതാരാ? ഇതൊക്കെ സൃഷ്ടിച്ചു തന്നതാരാ? ഈ നിങ്ങൾ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു, ലോകം മൊത്തം പറയുന്നു. ഒരു തുള്ളി ബീജം, 23 ക്രോമസോം. അത് സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും അങ്ങനെ 46 ക്രോമസോമുകളിൽ നിന്ന്
മനുഷ്യനെ സൃഷ്ടിക്കുകയാ. ആ ഒരു തുള്ളി ബീജം കൊണ്ട് ഇതിനെ കെണിക എടുത്തിട്ടൊന്ന് നോക്കിയേ. ഓ, അതുകൊണ്ട് അല്ലാഹു തആല പഠിച്ച് ഒരു മനുഷ്യനെ പഠിച്ചു പറയുമ്പോൾ നമുക്ക് പറയാൻ ഭയങ്കര സുഖ. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള പാർട്സുകളൊന്ന് നോക്കിയേ. 440 ചില്ലുവാനം എല്ലിൻ കഷണങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലെ 440 ചില്ലാണ് എല്ലിൻ കഷണങ്ങൾ. ഈ എല്ലാ എല്ലും അല്ല പഠിച്ച ഒരേപോലെയല്ല. വളഞ്ഞിട്ടുള്ള എല്ലുണ്ട്, തലത്തൊട്ടിയുടെ എല്ലുണ്ട്, ഇങ്ങനെ കമ്പുള്ള എല്ലുകളുണ്ട്, മുട്ടൻ എല്ലുണ്ട്, എന്തൊക്കെ രൂപത്തിലുള്ള ഇതൊക്കെ പഠിച്ചത് ഒരു തുള്ളി ബീജത്തിൽ നിന്ന്. പിന്നെയോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു 500 ചില്ലാനം ഞരമ്പുകൾ, അതും പടച്ചത് ഈ ഒരു തുള്ളി ബീജത്തിൽ നിന്ന്. ഈ കണ്ണ് കണ്ടോ, ഇതും പടച്ചത് ആ ഒരു തുള്ളി ബീജത്തിൽ നിന്നാ. ഹാർട്ട് കണ്ടോ, അതും പടച്ചത് ഈ ഒരു തുള്ളി ബീജത്തിൽ നിന്നാ. ഈ നിന്റെ ശരീരത്തിലുള്ള എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജയില്ലേ, അതും പടച്ചത് ആ ഒരു തുള്ളി ബീജത്തിൽ നിന്നാ. ഓ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. ഇടയായിട്ട് ജർമ്മൻകാരനായ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഓ 2 ലക്ഷോ 5 ലക്ഷോ 10 ലക്ഷോ ഒക്കെ കടം വരുമ്പോഴേക്ക് ചില വിവരദോഷികൾ ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ്, ശരീരത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതേ സമയത്ത് മനുഷ്യന്റെ ശരീരത്തിന്റെ പാർട്സുകൾ ഊരി വിൽക്കുകയാണെങ്കിൽ 20 കോടി രൂപ മുതലുണ്ടാവുന്നത്. മനുഷ്യന്റെ ശരീരത്തിലുള്ള ഈ പാർട്സുകളൊക്കെ ഒന്ന് ഓരോന്നോരോന്ന് അയച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ 20 കോടി റുപ്യന്റെ സ്വത്തുണ്ട് ഓരോ മനുഷ്യന്റെ അടുത്തും, അല്ലേ? കണ്ണും അവന്റെ മജ്ജയും അവന്റെ കിഡ്നിയും അവന്റെ ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് വിൽക്കുകയാണെങ്കിൽ അപ്പൊ 20 കോടി റുപ്യന്റെ മുതലാണ് 2 ലക്ഷം കടം വരുമ്പത്തിന് മനുഷ്യൻ നശിപ്പിച്ച് കളയുന്നത്. ഇവനേക്കാൾ വിവരം കെട്ടവനാരാ? നോക്ക് നിങ്ങള്. ഈ ശരീരം നിനക്ക് സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബുൽ ഇസ്സത്ത് എത്ര ആളുകൾക്ക് അല്ലാഹു തആല ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഞാനും നീയും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ രൂപങ്ങളെ കുറിച്ച്, അതിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളെ കുറിച്ച്, അതിന്റെ തരംമറിയലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തുള്ള സർവ്വ ഇന്ന് വരെ ചിന്തിച്ച ശാസ്ത്രജ്ഞന്മാരും ലോകത്ത് സമ്മതിച്ചിരിക്കുകയാ. മനുഷ്യന് കഴിഞ്ഞു പോയിരിക്കുന്ന 8-9 ഘട്ടങ്ങളും അവർ സമ്മതിക്കുകയാ. 10ാമത്തെ ഘട്ടത്തിലേ മനുഷ്യന് സംശയമുള്ളൂ. മനുഷ്യൻ മരണത്തിന് ശേഷമുള്ളതായ ഒരു ജീവിതം അല്ലാത്ത സർവ്വം അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതൊക്കെ സൃഷ്ടിച്ചു സംവിധാനിച്ചു തന്ന റബ്ബുണ്ടല്ലോ, ഇതിനൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നിനക്ക് പറഞ്ഞു തരാൻ, കാണിച്ചു തരാൻ പടച്ച റബ്ബ് പറഞ്ഞയച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച വ്യക്തിത്വത്തിനല്ലേ ഏറ്റവും ഇതിനെ കുറിച്ച് അറിയുക. ഒരു കുട്ടിക്ക് ഏറ്റവും പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന് ഏറ്റവും കരണീയം അമ്മിഞ്ഞ പാലാണോ, അതല്ല ബേബി ഫുഡാണോ എന്ന് ഏറ്റവും അറിയുന്നതാരാ? സൃഷ്ടിച്ച കമ്പനിയല്ലേ. അതെ, നമുക്കറിയാമല്ലോ, ഒരു പ്രസവിക്കപ്പെടുന്ന പശുക്കിടാവ് 10-15 ദിവസമാകുമ്പോഴേക്ക് അതിനെ പ്രസവിച്ച ജന്മം കൊടുത്ത അതിന്റെ പശു അമ്മ കഴിക്കുന്ന സർവ്വ ആഹാരങ്ങളും അത് കഴിക്കുന്നു, കുടിക്കുന്ന വെള്ളങ്ങൾ കുടിക്കുന്നു. അതേ സമയത്തൊരു മനുഷ്യ കുഞ്ഞോ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത ഉമ്മ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാനും ആഹാരങ്ങൾ ദഹിക്കാനും കുഞ്ഞിന് എത്ര വയസ്സ് കഴിയണം സഹോദര? 2, 3, 4, 5 വയസ്സ് കഴിഞ്ഞെങ്കിലല്ലേ ഉമ്മമാര് കഴിക്കുന്ന ആഹാരം കുഞ്ഞ് കഴിക്കുകയുള്ളൂ. രണ്ടിനും കമ്പനി ഒന്നാ. കമ്പനി പറയുന്നു ഈ പശുക്കിടാവ് 2 വയസ്സെത്തുമ്പോഴേക്ക് പ്രായപൂർത്തി എത്തേണ്ടതാണ്. അതേ സമയത്ത് മനുഷ്യക്കിടാവ് അങ്ങനെയല്ല, 10-15 വയസ്സാകുമ്പോൾ പ്രായപൂർത്തി എത്തേണ്ടതാണ്. രണ്ടിനെയും സംവിധാനിച്ചത് ഒരേ കമ്പനിയല്ലയോ, അള്ളയല്ലയോ? ഞാൻ ഓർക്കുന്നു പെങ്ങളെ, ഒരു കിനാവ് ഒരു ഗർഭസ്ഥ ശിശു തന്റെ വയറ്റിലായി കൊണ്ടിരിക്കുമ്പോ 4 മാസം അതിന് 4ാം മാസത്തിൽ ഒരു ഉഴു നിക്ഷേപിക്കുമ്പോ ആ കുഞ്ഞിങ്ങനെ അനങ്ങുന്നത് കാണാറില്ലേ? 1-2 ദിവസം തുള്ളിക്കളിക്കുന്ന കുട്ടികൾ ആടിക്കളത് തുള്ളിക്കളിക്കാതിരുന്നാല് ഉമ്മമാർക്ക് സങ്കടമല്ല, ബേജാറല്ലേ? പലപ്പോഴും ടെസ്റ്റ് ചെയ്യലില്ലേ? 1-2 ദിവസമായിട്ട് അനക്കമില്ല, പറയലില്ലേ? എന്നാൽ കേൾക്കണോ, ഈ
4 മാസമായപ്പോ ഈ വയറ്റിലുള്ള കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇതാ ഈ കുഞ്ഞിന്റെ വയറ്റിലേക്കൊരു വയറാണ്. ആ വയറിലൂടെയാണ് ആഹാരം കൊടുക്കുന്നത്. ആ വയറ് ഘടിപ്പിച്ചിരിക്കുന്ന പ്ലഗാണ് നിന്റെ നടുവിൽ കാണുന്നത്. വയറ്റത്തൊരു പ്ലഗ് കണ്ടില്ലേ? പ്രസവിക്കപ്പെടുന്ന സമയത്ത് പൊക്കിൾ കൊടി എന്ന് പറയുന്ന ഒരു വയറങ്ങ് ഒഴിഞ്ഞു പോവാറില്ലേ? അത് യഥാർത്ഥത്തിൽ 4 മാസം മുതൽക്ക് നിന്റെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് നിനക്ക് ആഹാരം തന്നിരുന്ന വയറാ. അത് ഘടിപ്പിച്ചിരിക്കുന്ന പ്ലഗ് നിനക്ക് എത്ര വയസ്സ് പ്രായമായാലും 90, 95, 120 വയസ്സായാലും ആ പ്ലഗിന് കംപ്ലൈന്റ് വരില്ല. എത്ര ശാസ്ത്രക്രിയ നടത്തിയാലും സർജറി നടത്തിയാലും ആ പ്ലഗ് ഇല്ലാതെയാക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ പരിപരുത്ത കാലുകൊണ്ട് തനിക്ക് നൊന്ത് പ്രസവിച്ച സ്വന്തം പ്രിയപ്പെട്ട മാതാവിന്റെ നാവിക്ക് ചവിട്ടാൻ പരിപരുത്ത കാലുകൊണ്ട് മകൻ കാല് പൊക്കുമ്പോൾ ആ പൊക്കുന്ന കാലിന്റെ അപ്പുറത്ത് നിന്ന് ആ പ്ലഗ് നോവുന്നുണ്ട് കേട്ടോ മോനെ. ഈ ചവിട്ടാൻ പോകുന്ന അമ്മയുടെ വയറ്റിലാകുമ്പോ നിനക്ക് ആഹാരം തന്നത് ഈ പ്ലഗിലൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ് നോവുന്നുണ്ട് കേട്ടോ. മുസ്ലിമീങ്ങളെ, പറഞ്ഞു വന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ കാര്യങ്ങളും സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന ആകാര സൗഷ്ടമായ ശരീരം നിനക്ക് സംവിധാനിച്ച ആ റബ്ബ് ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് നീ ഇവിടെ ജീവിക്കേണ്ടത് എന്നും നിനക്ക് ലോകത്ത് പഠിപ്പിച്ചു കാണിച്ചു തരാൻ നിനക്ക് വേണ്ടി നിന്നിലേക്ക് അയച്ചിട്ടുള്ള വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലിനെയല്ലേ മാതൃകയാക്കേണ്ടത്. ഒരു വിഷയത്തിലും നീ എന്തിനാണ് മറ്റൊരുത്തനെ അന്വേഷിച്ചു പോകുന്നത്, സിനിമാ താരത്തെ അന്വേഷിച്ചു പോകുന്നത്, ഫുട്ബോൾ താരത്തെ അന്വേഷിച്ചു പോകുന്നത്? മുസ്ലിം ചെറുപ്പക്കാരെ, ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, നിങ്ങളെ കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയാൽ, അക്ഷരങ്ങൾ ഉരിഞ്ഞു തുടങ്ങിയാൽ, മാതാപിതാക്കളെ സംസാരങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങിയാൽ, അല്ലാഹ് എന്ന കുട്ടിക്ക് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, ഇസ്ലാം ദീൻ എന്ന് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, ഉമ്മ ഉപ്പ എന്നൊക്കെ കുട്ടികൾ പറയാൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കുട്ടി പറയാൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടതെന്താ? മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ മുത്തുനബിന്റെ പേര് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മുത്തുനബി ജനിച്ചത് മക്കയിലാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നബി അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതേ, ഒരു കുഞ്ഞിന് ആദ്യം പഠിപ്പിക്കപ്പെടേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കാതെ, മുത്തുനബി ആരാണെന്ന് പഠിപ്പിക്കാതെ, മുത്തുനബിന്റെ നാടേതാണെന്ന് പഠിപ്പിക്കാതെ, മുത്തുനബി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണെന്ന് പഠിപ്പിക്കാതെ പോരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപഭാവങ്ങളെ കുറിച്ച് പഠിപ്പിക്കാതെ ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയില്ല. ഖബറെന്നൊരു ലോകമുണ്ടല്ലോ. മരിച്ചാൽ മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യപ്പെടുമെന്ന് മുത്തുനബി പഠിപ്പിച്ചല്ലോ. അല്ലാഹുവിന്റെ നമ്മൾ ഖുർആൻ മുറുകെ പിടിക്കുന്നവരുണ്ട്, ഖുർആന് മുൻതൂക്കം നൽകുന്നവരുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ് നമുക്ക് പഠിപ്പിച്ച് തന്നതാരാ? അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഖുർആൻ പടച്ച റബ്ബ് ഇറക്കിയത് നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഖുർആൻ ഇറങ്ങിയത് കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഈ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാണ്, കലാമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിച്ചു, മക്കളെ അല്ലിമു ഔലാദക്കും സലസ ഖിസ്വാലിൻ, നിങ്ങളെ മക്കൾക്ക് പ്രഥമമായി 3 കാര്യങ്ങൾ പഠിപ്പിക്കണേ.
മഹബ്ബത്ത നബിയിക്കും, നിങ്ങളെ നബിയെ അനുകരിക്കാൻ, നിങ്ങളെ നബിയെ സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചേ പറ്റൂ. ആരോടെല്ലാം നിങ്ങളെ മക്കൾക്ക് അനുകരണമുണ്ട്, ആരെക്കുറിച്ചെല്ലാം നിങ്ങളെ മക്കൾക്ക് വിവരമുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മക്കൾക്ക് പറയാൻ കഴിയും. ഇന്ന് അതായി കഴിഞ്ഞ ഫുട്ബോൾ, കഴിഞ്ഞ ലോകകപ്പില് ഏറ്റവും താരമായി അറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് പറയാൻ കഴിയും. ഇന്ത്യയുടെ ഏറ്റവും വലിയ താരമാരാണെന്ന് ചോദിച്ചാൽ, ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഗ്രേഡ് എന്താണെന്ന് ചോദിച്ചാൽ, അതെ ലോക ഫുട്ബോളിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചാൽ, സൗദി അറേബ്യ എത്ര സ്ഥാനത്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ മക്കൾക്കൊന്ന് പറയാൻ കഴിയും, വിവരമുണ്ട്. ഞാൻ ചോദിക്കുന്നു സഹോദരാ, ഓരോ ഇന്ത്യയിലെ കറുത്ത മുത്താരാണെന്ന് ചോദിച്ചാൽ പറയാൻ മക്കൾക്ക് കഴിയും. ഇന്ത്യയിലെ കറുത്ത മുത്താര ഓരോ കാര്യത്തെ കുറിച്ചും നിങ്ങളെ മക്കൾക്ക് അറിയുന്നതാണ്. ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും, ഓരോ മന്ത്രിമാരെ കുറിച്ചും, ഓരോരോ പ്രാസ്ഥാനിക നേതാക്കന്മാരെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അവനവൻ ഉൾക്കൊള്ളുന്ന പാർട്ടി നേതാക്കന്മാരെ കുറിച്ചും, നേതാക്കന്മാരെ സവിശേഷതകളെ കുറിച്ചും, അവർക്കുള്ള പ്രത്യേകമായ ട്രെൻഡുകളെ കുറിച്ചുമൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുത്തുനബി അല്ലിമു ഔലാദകും സലൂസ ഖിസൂലിൻ മഹബ്ബത നബിയിക്കും, നിങ്ങളെ മുത്തുനബിയെ കുറിച്ച് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങളെ മക്കളോട് ചോദിച്ചാൽ പറയാൻ കഴിയുന്ന എത്ര മക്കളുണ്ട്? മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, മുത്തുനബിന്റെ വേഷം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, മുത്തുനബിന്റെ അധ്യാപന രീതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ പ്രഭാഷണ ശൈലി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ഭർത്താവ് എന്ന നിലയ്ക്ക് മുത്തുനബിന്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മക്കളെ പോറ്റുന്ന അടുത്ത് മുത്തുനബിന്റെ രീതി എന്തായിരുന്നു ചോദിച്ചാൽ, സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയോട് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചിരുന്ന രൂപഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാനറിയുന്ന എത്ര ആളുകൾ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നു. എന്റെ പ്രഭാഷണം കേട്ട് തിരിച്ചു പോകുമ്പോൾ റെക്കോർഡുകളും അഭിപ്രായങ്ങളും എനിക്ക് വേണ്ട. സഹോദരാ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സർവ്വ കാര്യങ്ങളിലും നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെയാണ് മാതൃകയാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് മുത്തുനബി അല്ലാഹു നമ്മിലേക്ക് അയച്ചിട്ടുള്ളത്. അയക്കപ്പെട്ട വ്യക്തി എന്നാണ് മുത്തുനബിയെ നമ്മൾ അല്ലാഹു പരിചയപ്പെടുത്തിയത്. എന്റെ നിലപാടുകള്, എന്റെ ആശയങ്ങള്, എന്റെ ആദർശങ്ങള്, ഞാൻ നിർദ്ദേശിക്കുന്ന രൂപങ്ങള്, ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങള്, അത് നിങ്ങൾക്ക് വരച്ചു കാണിച്ചു തരാൻ ഞാൻ അയച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ഭാഗത്ത് സ്വീകരിച്ചത് ഞാൻ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബി നബുവത്തിന്റേതായ ഹിജ്റയുടെ 8-ാം കൊല്ലത്തിലാണല്ലോ ഔത്താസ് യുദ്ധം കഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ജയറാൻ സ്ഥലത്ത് വന്നു. ഇന്ന് നമ്മൾ മക്കത്ത് പോയാൽ, ഉംറക്ക് പോകുന്ന ഒരു ബഡ ഉംറയുടെ സ്ഥലമുണ്ട് ജയറാനത്ത്. അത് ഏകദേശം മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് 10-12 കിലോമീറ്റർ അപ്പുറമാണ്. ഈ ജയറാനത്തിൽ പോയി നമ്മൾ ഉംറ ചെയ്യാറുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 18 ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ ആ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ വന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ 18 ദിവസം അവിടെ നിന്നതാണ്. ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ട് പരിശുദ്ധ മക്കയിൽ ചെന്നുകൊണ്ട് തവാഫും സഅയും ചെയ്ത് സുബ്ഹിയാകുമ്പോഴേക്ക് തിരിച്ചു വന്നതാണ്. ആ ഉംറക്കാണ് വലിയ ഉംറ എന്ന് പറയുന്നത്. മക്കയിലെത്തിയാൽ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ മക്ക ഹറമിന്റെ പുറത്തുള്ള എവിടുന്നും നമുക്ക് പറ്റുന്നതാണ്. ഏറ്റവും ഹറമിന്റെ പുറത്ത് ഹില്ലിൽ നിന്ന് ശറഫാക്കപ്പെട്ട സ്ഥലം ഒന്ന് ജയറാനത്താണ്. രണ്ടാമത് ആയിഷ പള്ളി എന്ന് പറയുന്ന തൻഈം എന്ന സ്ഥലമാണ്. മൂന്നാമത് ഹുദൈബിയ എന്ന സ്ഥലമാണ്. അല്ലാത്ത എവിടുന്നും ഉംറക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 ദിവസം ജയറാനത്തിൽ കഴിച്ചുകൂട്ടി. ഒരു ദിവസം അതാ ജയറാനത്തിന്റെ അടുത്ത് വലിയൊരു മാർക്കറ്റ് ഉണ്ട്, വലിയ ചന്തയുണ്ട്. ആ ചന്തയിൽ പല സാധനങ്ങൾ വിൽക്കപ്പെടുന്ന സ്ഥലമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തയിൽ പോയി ധാരാളം
ധാരാളം സാധനങ്ങൾ അല്ലാഹുവിന്റെ റസൂല് തന്നെ നേർക്ക് നേർ വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതതാ തന്റെ തെണ്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. തെണ്ടിൽ കൊണ്ടുപോയി വെച്ചു. വളരെ താല്പര്യത്തോടു കൂടി ചില സമ്മാനങ്ങളാണ് മുത്തുനബി വാങ്ങിയത്. അതൊക്കെ വാങ്ങി നന്നായിട്ടൊരു പൊതിയാക്കി മുത്തുനബി കെട്ടിവെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു. ഞങ്ങളൊക്കെ ആവേശത്തോടെ നോക്കി ആരാണ് വരുന്നത്? ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ പൊതിയൊരു ഭാഗത്ത് വെച്ചിട്ട് അവിടുന്ന് ശറഫാക്കപ്പെട്ട ഷാളെടുത്ത് നിരത്തി വിരിക്കുന്നു. ആ ഷാളെടുത്ത് വിരിച്ചിട്ട് ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു. ആരോ വരുന്നത് പോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിക്കുന്നു. താമസിയാതെ ചെറിയ ഒരു വാഹനത്തിൽ ഒരാൾ വരുന്നു. സുബ്ഹാനല്ലാഹ്, അന്നത്തെ വാഹനം ഒട്ടകമാണ്, കുതിരയാണ്, കോവറ് കഴുതയാണ്. ഇതിലേറ്റവും ചെറിയ വാഹനമാണ് കഴുത. ഈ കഴുതപ്പുറത്തൊരാൾ വരുന്നു. നബി ആ കഴുതപ്പുറത്ത് വരുന്ന വ്യക്തിത്വത്തെ കണ്ടപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നിട്ട് ആ കഴുതയെ അല്ലാഹുവിന്റെ റസൂല് തന്നെ കയറി പിടിച്ചു കൊണ്ടുവന്നൊരിടത്ത് ബന്ധിപ്പിക്കുന്നു. ആ കഴുതപ്പുറത്ത് ആരാന്നറിയുമോ? ഒരു പ്രായം ചെന്ന ഉമ്മയാ. ആ പ്രായം ചെന്ന ഉമ്മയോട് വളരെ വിനയത്തോടെ അല്ലാഹുവിന്റെ റസൂല് പെരുമാറുന്നു. ആ കഴുതന്റെ അടുത്തേക്ക് ചെന്നിട്ട് മുത്ത് റസൂലുള്ളാഹിന്റെ തോള് വെച്ച് കൊടുത്തിട്ട് ആ പ്രായം ചെന്ന ഉമ്മയെ അല്ലാഹുവിന്റെ റസൂല് ഇരുത്തുകയാണ്, ഇറക്കുകയാണ്. ഇറക്കിയിട്ട് മുത്ത് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ആ ഷാളിൽ മുത്തുനബി ഇരുത്തുന്നു. ഉമ്മയുമായി സംസാരിക്കുന്നു. വളരെ കുശലങ്ങൾ പറയുന്നു. ഉമ്മാക്ക് ഭക്ഷണം നൽകുന്നു, പാനീയം കൊടുക്കുന്നു. കുറെ സമയം ബഹുമാനപ്പെട്ട മുത്തുനബി ആ പ്രായം ചെന്ന് ഒട്ടിച്ചുളിഞ്ഞ മുഖമുള്ളതായ ആ ഉമ്മയെ സ്വീകരിച്ചിരുത്തിയിട്ട് വല്ലാതെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് പരസ്പരം അങ്ങുമിങ്ങും ധാരാളം കുശലങ്ങൾ പറഞ്ഞു ചിരിക്കുന്നു. സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കൊടുക്കുന്നു, പാനീയം കൊടുക്കുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ ആ ഉമ്മ പോകാൻ എഴുന്നേൽക്കുന്നു. മുത്തുനബിയും എഴുന്നേൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ പിടിക്കുന്നു. ആ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയുടെ അടുത്തേക്ക് മുത്തുനബി നടത്തിക്കൊണ്ട് പോകുന്നു. ഈ പ്രായം ചെന്ന ഉമ്മയെ ആ കഴുതപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂല് കയറ്റിയിരുത്തുന്നു. സുബ്ഹാനല്ലാഹ്, ആ കഴുതപ്പുറത്തിരുത്തിയ വേഷം അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവച്ചിരിക്കുന്ന പാരിതോഷികങ്ങള് ഈ പുതിയതാ ഉമ്മായുടെ മടിത്തട്ടിൽ വെച്ചു കൊടുക്കുന്നു. ഉമ്മായുടെ മടിത്തട്ടിൽ വെച്ചു കൊടുത്തിട്ട് വളരെ ആദരവോടെ ഭവ്യതയോടെ യാത്ര ചോദിക്കുന്നു. അടുത്തേക്ക് നിൽക്കുന്നു. ഒന്നുകൂടി യാത്ര ചോദിക്കുന്നു. കൈപിടിക്കുന്നു, മുത്തം വെക്കുന്നു. അല്പം അതാ രണ്ടടി വീണ്ടും ബഹുമാനപ്പെട്ട മുത്തുനബി നടക്കുന്നു. കഴുത നടക്കുമ്പോൾ വീണ്ടും നടക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒന്നുകൂടി യാത്ര പറയുന്നു. ഉമ്മയതാ വീണ്ടും കഴുതപ്പുറത്തുകൂടെ പോകുന്നു. മുത്തുനബി തുടരുന്നു. സുബ്ഹാനല്ലാഹ്, ആ പ്രായം ചെന്ന ഉമ്മയതാ കഴുതപ്പുറത്ത് പതുക്കെ പോകുന്നു. അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് ആ കഴുത മറയുന്നത് വരെ മുത്തുനബി തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കണ്ണിൽ നിന്ന് മറയുന്നത് വരെ മുത്തുനബി നോക്കി നിൽക്കുന്നു. കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞു പോരുന്നു. മുത്തുനബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകുടാ ഒഴുകുന്നു. അത് മുത്തുനബി തുടക്കുന്നു. ഞങ്ങളത് മുഴുവനും കാണുന്നു. ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരായിരുന്നു ആ മഹദി? ആ പ്രായം ചെന്ന ഉമ്മയാരാ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നെ പ്രസവിച്ച പ്രിയപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു അൻഹയുടെ ശേഷം എനിക്ക് 4 വർഷം മലയൂട്ടി എന്നെ വളർത്തിയിട്ടുള്ള ഹലീമ
ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ, എനിക്ക് മുലപ്പാൽ തന്ന് എന്നെ വളർത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മയാ. അല്ലാഹുവിന്റെ റസൂൽ, ആഖിർ സമാനിലെ മക്കളെ, മുസ്ലിമീങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, മുത്ത് റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത് വളർത്തിയിട്ടുള്ള ഉമ്മയോട് കാണിച്ച പെരുമാറ്റമാണത്. ചോദിക്കട്ടെ, നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ, വലിയ തിരക്ക് പിടിച്ച ജീവിതമുള്ളവരാണെങ്കിൽ, വലിയ ശുഗലുകളുള്ളവരാണെങ്കിലും അവനവന്റെ ഉമ്മന്റെ അടുത്തു ചെല്ലാൻ, ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ഉമ്മയോട് കുശലങ്ങൾ പറയാൻ സമയം കാണലുണ്ടോ? നീ ആരായിരുന്നാലും, നീ എത്ര വലിയ മഹത്വമുള്ള ആളായിരുന്നാലും, ഈ ഇടക്കിടക്ക് നിന്റെ ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിച്ച് നിന്റെ ഉമ്മന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഉമ്മയോട് കുശലങ്ങൾ പറഞ്ഞിട്ട് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഉമ്മയെ സന്തോഷിപ്പിക്കേണ്ടത് ബാധ്യതയില്ലയോ സഹോദരാ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും ഒരു പാരിതോഷികങ്ങൾ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചില്ലേ? ഉമ്മ യാത്ര അയക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരോടുകൂടി വിട പറഞ്ഞ മുത്തുനബിയെ നീ കണ്ടുപഠിക്കണ്ടേ? മുസ്ലിമീങ്ങളോട് ഇങ്ങനെ ഏതെല്ലാം മേഖലകളുണ്ട്, ഏതെല്ലാം വഴികളുണ്ട്, ഏതെല്ലാം ബന്ധപ്പെടുന്ന എത്തിപ്പെടുന്ന മേഖലകളുണ്ട്, ഇവിടെയെല്ലാം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക ഇതാണ്. പടച്ച റബ്ബ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതാണ്. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ളത് അതാ. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ളത് അതാണ്. റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹത്തിന് ശുക്രായിട്ട് റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സ്വീകരിക്കേണ്ട വഴികൾ അതാണ്, മാർഗങ്ങൾ അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട്, ഏത് കാര്യത്തിലും ഇന്നത് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് നാളെ ഏത് കാര്യത്തിലും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന ലോകം മുഴുവൻ നിനക്ക് സംവിധാനിച്ചിട്ടുള്ള ഈ റബ്ബുൽ ഇസ്സത്ത് നിനക്ക് നിർദ്ദേശിക്കുന്ന വ്യക്തമായിരിക്കുന്ന വഴികളും മാർഗങ്ങളും കാണിച്ചു തരാൻ അല്ലാഹു അയച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ അറിയാതെ, ആ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാതെ, ആ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാതെ, ആ റസൂലുള്ളാഹിനെ അനുകരിക്കാതെ, ആ റസൂലുള്ളാഹിനെ പിന്തുടരാതെ, ആ റസൂലുള്ളാഹിനെ കുറിച്ച് അറിയാതെ ഒരാളും തന്നെ മുസ്ലിം ആവുകയില്ല, മുസ്ലിമായി മരിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. എപ്പോഴും റസൂലുള്ളാഹിനെ നമുക്കറിയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രം പഠിച്ചു മനസ്സിലാക്കിയാൽ പോരാ, നബിയെ തന്നെ അറിയാൻ കഴിയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ, റസൂലുള്ളാഹിന്റെ ശരീര രൂപഭാവങ്ങൾ എങ്ങനെയാ? മുത്ത് നബി നമ്മൾ കോഴിക്കോട്ട് അങ്ങാടിയിൽ വെച്ച് റസൂലുള്ളാഹിനെ ശരിക്കും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ പഠിച്ചിരിക്കണം. നമ്മള് നബി ഇങ്ങനെ ഉണ്ടാവും, നമ്മള് സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്ത അങ്ങനെ പോരാ. റസൂലുള്ളാഹി ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാന്റെ റസൂലിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ പഠിച്ചിരിക്കണം. സ്വഹാബത്ത് അങ്ങനെ റസൂലുള്ളാഹിനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ നിങ്ങൾ മക്കൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, അനുകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്കും നബിയെ സ്നേഹിക്കുവാനോ അനുകരിക്കാനോ കഴിയില്ല. ഏതെങ്കിലും കാസറ്റിൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാ അല്ല, അവരെ കുറിച്ച് കുട്ടികൾക്കറിയാം. അതുപോലെ തന്നെ പാൻറ് വാങ്ങുന്ന സമയത്ത് ഓരോരുത്തരും പാൻറ് വാങ്ങുമ്പോൾ രൂപ വ്യത്യാസങ്ങളുണ്ട്, ഷർട്ട് ധരിക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്, ഏത് കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ കുട്ടികൾ പഠിച്ചത്? അതെങ്ങനെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായത്? കുട്ടികൾ എങ്ങനെ അതൊക്കെ അനുകരിച്ചത്? അതൊന്നും അനുകരിക്കണമെന്ന് പ്രഭാഷണം നടത്തിയതല്ല, പിൻപറ്റണമെന്ന് ആരും ഉപദേശിച്ചതല്ല. പിന്നെ അവരെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് നന്നായി അറിയാം. നമ്മുടെ മീഡിയകളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും ടിവികളിൽ കൂടെയും ഒക്കെ അവരെ കുറിച്ച് നല്ലപോലെ കുട്ടികൾക്ക് അറിയുന്നത് കൊണ്ട് അറിയുന്നതിനോട് കുട്ടികൾ അങ്ങ് പിൻപറ്റുകയാണ്. മുത്തുനബിയോട് പിൻപറ്റാത്തതെന്താ? നബിയെ കുറിച്ച് അറിയില്ല.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുടിൻ്റെ മോഡൽ എങ്ങനെയുണ്ട് ആർക്കും അറിയില്ല. നബി എങ്ങനെ മുടി ഉണ്ടാക്കിയെന്ന് മുത്തുനബിൻ്റെ മുടിൻ്റെ മോഡൽ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുത്തുനബിൻ്റെ മോഡലാണെന്നൊരു കുട്ടിയും പറയുന്നില്ല. മുത്തുനബിൻ്റെ മോഡലാണ് എൻ്റെ പാൻറ് എന്ന് ആരും പറയുന്നില്ല. ഞാൻ മുത്തുനബിൻ്റെ മോഡലാണ് ഷർട്ട് ധരിക്കുന്നതെന്ന് പറയുന്നില്ല. ഞാൻ മുത്തുനബിൻ്റെ മോഡലാണ് മീശ മുറിക്കുന്നതെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? കുട്ടികൾക്ക് അതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് അല്ലിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മുത്തുനബിയെ പഠിപ്പിക്കണം. റസൂൽ ആരാണ്? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ റസൂലുള്ളാഹിന്റെ വിശ്വാസങ്ങളും റസൂലുള്ളാഹി പഠിപ്പിച്ച അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാത്രമല്ല പഠിപ്പിച്ചത്, അതിന്റെ പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതി പോലും സ്വഹാബത്ത് പഠിപ്പിച്ചിരുന്നു. മുത്തുനബിയുടെ മുഖം വട്ടമുഖമല്ല, റസൂലുള്ളാഹിന്റെ മുഖം നീളത്തിലുള്ള മുഖമല്ല, നീളത്തിലും വട്ടത്തിലുമല്ലാതെ ആകർഷണീയമായ മുഖമാണ്. മുത്തുനബിന്റെ കണ്ണ് വലിയ കണ്ണായിരുന്നു. റസൂലുള്ളാഹിന്റെ കണ്ണിന്റെ രണ്ട് പുരികങ്ങൾ തമ്മിൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കറുപ്പിന്റെ ചുറ്റുഭാഗം ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവളിങ്ങനെ തുടിച്ച് പുറകോട്ട് ഉയർന്നു നിന്നിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലയുടെ കൈകൾ വിരലുകളൊക്കെ നല്ല തടിച്ച വിരലുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തില് ഈ നെഞ്ചിന്റെ കുഴിയുടെയും പൊക്കിളിന്റെയും നേരെ മാത്രമേ രോമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. റസൂലുള്ളാഹിന്റെ പുറത്ത് ഒരു കോട്ടിയുടെ വലിപ്പത്തിൽ ഖാതമുൻ നുബുവ എന്ന മുദ്രയുണ്ടായിരുന്നു. അത് രോമങ്ങളെ കൊണ്ട് പൊതിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈത്തണ്ടങ്ങൾ തടിച്ച കൈത്തണ്ടങ്ങളായിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ മുത്തുനബി നിൽക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ചെസ്റ്റ് രണ്ടും ഉയർന്നു കാണുമായിരുന്നു. ഏത് കൂട്ടത്തിൽ നബി ഇരുന്നാലും ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നിട്ട് കാണുവാൻ സാധിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലുകൾക്കിടയിൽ നേർത്ത വെടവുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുരികം നേർത്ത പുരികമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയിലുണ്ടായിരുന്ന മുടി കറുകറുത്ത മുടിയായിരുന്നു. മാത്രമല്ല ആ മുടി എപ്പോഴും വാർന്നു വെച്ചതുപോലെ കടപ്പുറത്ത് കാറ്റടിക്കുന്ന സമയത്ത് കടപ്പുറത്തുള്ള മണലുകൾ ഏത് പ്രകാരമാണോ അടങ്ങി നിൽക്കുന്നത് ആ രൂപത്തിലായി എപ്പോഴും പുണ്യമുടി ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമങ്ങൾ താടി ശരിക്കും തീർത്തും അത് ഇടതൂർന്ന താടിയായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ മുത്തുനബിയുടെ ശരിയായ ഒരു ചിത്രം റസൂലുള്ള സഹാബത്ത് പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിന്റെ മുമ്പ് ഹിറോക്കിൾ ചക്രവർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചിട്ട് മുത്തുനബിയുടെ രേഖാചിത്രം വരച്ചുണ്ടാക്കിയിരുന്നു. അബൂ സുഫിയാനോട് ബഹുമാനപ്പെട്ട മുത്തുനബിയെ കുറിച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ഹിറോക്കിൾ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ട് തൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തുള്ള പ്രൈവറ്റ് മുറിയിൽ ചെന്ന് പോയിട്ട് ഒരു ചെറിയ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് കാണിച്ചു. ഈ ആളെ നിങ്ങൾക്കറിയുമോ? അബൂ സുഫിയാൻ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ആരാണെന്നറിയില്ല. കൊണ്ടുപോയിട്ട് വെച്ചു വേറെ ഒരു ചിത്രം കൊണ്ടുവന്നു. ആ ചിത്രം കൊണ്ടുവന്നിട്ട് ചോദിച്ചു ഇതാരാണെന്നറിയോ? അറിയില്ല, ഞങ്ങൾക്കറിയില്ല. മൂന്നാമതൊരു ചിത്രം കൊണ്ടുവന്നിട്ട് ഹെറോക്ലൈൻ ചക്രവർത്തി മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് ചെന്ന റോമിലേക്ക് കച്ചവടത്തിന് ചെന്നിട്ടുള്ള അബൂ സുഫിയാനെയും തൻ്റെ ആളുകളെയും വിളിച്ചു വരുത്തിയിട്ട് മൂന്നാം ചിത്രം കാണിച്ചു കൊടുത്തപ്പോ ഇത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന പ്രവാചകൻ, ഇത് തന്നെയാണ്, തർക്കമില്ല. ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഹെറോക്ലൈൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ആ ഫോട്ടോ ഞാൻ വരച്ചതാണ്. നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ വരച്ചു? ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ മുസ്ലിമായ ശേഷം പറയുകയാ, ഹെറോക്ലൈൻ ചക്രവർത്തി ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ വന്ന പ്രവാചകനെ കുറിച്ച് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളൊക്കെ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ വരച്ചതാ.
അറിയാം. ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് ഞാനോ നീയോ ഒരു ടെലിഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെലിഫോൺ കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം അവിടെ ഒരു മഹാസ്ഫോടനം നടന്നാൽ നിന്റെ രേഖാചിത്രം നാളെ കമ്പ്യൂട്ടറിൽ വരും. നിന്നെ കമ്പ്യൂട്ടർ രേഖാചിത്രം എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കും, ഇതാ ആള് രേഖ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് തൗറാത്തിൽ പറഞ്ഞ വിശേഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ വരച്ചുണ്ടാക്കിയ ചിത്രമാണ്, ഒരാൾക്കും തിരിച്ചറിയാതെയായില്ല. ഇത് ഞങ്ങളുടെ നാട്ടിൽ വന്ന പ്രവാചകർ തന്നെയാ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പൂർവ്വവേദങ്ങളിലും പൂർവ്വകാലത്തുള്ള മതത്തിന്റെ ആളുകളും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മക്കൾക്കും താബിഈങ്ങൾക്കും ഈ രൂപത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഖബറിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ എന്ന മലക്ക് മുത്തുനബിയെ കാണിച്ച് ഈ മനുഷ്യനാരാണെന്ന് ചോദിക്കുമ്പോൾ മുഅ്മിനാണെങ്കിൽ പറയാൻ കഴിയണം, അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ഞങ്ങളെ മുഹമ്മദ് നബിയാ. ഖദ് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് ദിശാബോധം നൽകിയിട്ടുള്ള, അല്ലാഹുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള, അല്ലാഹുവിലേക്ക് എത്താനുള്ള സർവ്വ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ള ഞങ്ങളെ പ്രവാചകനാണ് എന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് തിരിച്ചറിഞ്ഞ് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കണം. അറിയില്ല ഈ വ്യക്തി ആരാ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളൊക്കെ റസൂലാന്നാ മനസ്സിലാക്കിയത്. ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞിരുന്നു, ആരാന്ന് ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല, ഈ മുഖം കണ്ട പരിചയം ഞങ്ങൾക്കില്ല, ഈ ഇതൊന്നും ഞങ്ങൾക്ക് പരിചയമല്ല എന്നെങ്ങാനും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പറയേണ്ട ദുർഗതി വന്നു കഴിഞ്ഞാൽ മുസ്ലിമേ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ രാത്രിയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അത്തറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറികൾക്കും കച്ചവടക്കാർക്കും ഞങ്ങളൊരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഓർക്കുക. എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്.